ഡേ 7 ഓഫ് ബിൽഡിംഗ് എ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ. മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും NAV എന്താണെന്ന് അറിയണം, നെറ്റ് അസറ്റ് വാല്യൂ. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. അതായത് നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റോക്കിന് ഇത്ര പൈസ, അതായത് ടാറ്റ സ്റ്റീലിൽ ഒരു സ്റ്റോക്ക് വാങ്ങിക്കണമെങ്കിൽ 160 രൂപ കൊടുക്കണമെന്ന് വിചാരിച്ചു. ഉദാഹരണത്തിന് 160 രൂപ കൊടുത്താലേ നമുക്ക് ടാറ്റ സ്റ്റീലിൻ്റെ ഒരു സ്റ്റോക്ക് വാങ്ങിക്കാൻ കിട്ടുള്ളൂ. അതേപോലെ മ്യൂച്വൽ ഫണ്ടിൽ ഒരു NAV എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് പ്രൈസാണ്. മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു യൂണിറ്റ് വാങ്ങിക്കണമെങ്കിൽ കൊടുക്കേണ്ട പ്രൈസിനെയാണ് NAV എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ മ്യൂച്വൽ ഫണ്ടിനും ഒരേ NAVs അല്ല, പല NAVs ആണ്. ചിലതിന് 10 രൂപയാവാം, ചിലതിന് 50 രൂപയാവാം, ചിലതിന് 250 രൂപയാവാം. അങ്ങനെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരേ റേറ്റ് അല്ല തീർച്ചയായിട്ടും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷായി നിൽക്കുമ്പം നോർമലി മ്യൂച്വൽ ഫണ്ടിനും ചെറിയൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. അപ്പോൾ NAVs കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ലംസമായിട്ട് എമൗണ്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീടുള്ള ഗ്രോത്തിൽ നമുക്ക് നല്ലൊരു പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ NAV എന്താണെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലോ അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും.